പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കൺവെൻഷനുകളും പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് UDF NDA മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഐസക്കിന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കിയാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. LDF ദേശീയ സംസ്ഥാന നേതാക്കൾ വിവിധ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ള കേരളത്തിൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ആ റിക്രൂട്ട്മെന്റ് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം. ആളുകൾ കാത്തു നിൽക്കുകയാണ്. ആളുകൾ അപേക്ഷ കൊടുക്കുന്നു. സാധാരണ അങ്ങനെയാണല്ലോ, നമ്മൾ കോവിഡിനൊക്കെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലാണ് ഇന്നത്തെ കോവിഡ് ബാധിതർ എത്ര പേരുണ്ടെന്നൊക്കെ ഓരോ ദിവസവും കണക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ഓരോ ദിവസവും പോകുമ്പോൾ KPCC ഓഫീസ് BJPയുടെ കേരളത്തിലെ ജോബ് സ്റ്റേഷനായി മാറിയ ഗതികേട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. LDFന്റെ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളിലും മേഖലാ കൺവെൻഷനുകളിലും വൻ ജനപങ്കാളിത്തമാണ്. ജനങ്ങളോട് ആശയങ്ങൾ പങ്കിട്ടും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയുമാണ് തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി BJPക്ക് മാത്രമല്ല കോൺഗ്രസിനും തലവേദനയായിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായ പത്മജ വേണുഗോപാലിനെയും അനിൽ ആന്റണിയെയും ചൂണ്ടിക്കാട്ടിയാണ് നവമാധ്യമങ്ങളിൽ ഇന്നത്തെ കോൺഗ്രസുകാർ നാളത്തെ BJP പ്രവർത്തകരെന്ന് ട്രോളന്മാർ ട്രോളുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയതിനെ തുടർന്ന് പ്രചരണ രംഗത്ത് UDF ഏറെ പിന്നിലാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.